ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ അത് കോർട്ട് റൂമിൽ കോടതികളിൽ തുടങ്ങേണ്ട പരിപാടിയല്ല. അതൊരു ട്രേഡ് മാർക്ക് അറ്റോർണിയിൽ നിന്ന് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് പ്രാഗൽഭ്യനായ ഒരു വക്കീലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഏജന്റിൽ നിന്നൊക്കെ തുടങ്ങേണ്ട ഒരു സംഭവം. പഴയ നിർഭാഗ്യവശാൽ നമ്മുടെ ട്രേഡ് മാർക്ക് ലാസ്റ്റ് എത്തിപ്പെടുന്നത് കോടതി കേസിലാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെയാണ് അതിൻ്റെ എൻഡായിട്ട് പരിണാമം സംഭവിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ ഡൽഹി ഹൈക്കോടതിയുടെ വിധിയാണ്. ലാക്കോസ്റ്റ് വേഴ്സസ് ക്രോക്കോഡൈൽ ഇന്റർനാഷണൽ, ഇതാണ് കേസ്. ഇതിൻ്റെ അകത്ത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ലാക്കോസ്റ്റ് എന്ന് പറയുന്ന ഗ്ലോബലായിട്ടുള്ള ബ്രാൻഡിന് അവരുടെ ചിഹ്നം ക്രോക്കോഡൈൽ എന്ന് പറയുന്നത്, അതാണ് അവരുടെ ലോഗോ. ഈ ക്രോക്കോഡൈൽ ഇന്റർനാഷണലിൻ്റെയും എംബ്ലം ഏതാണ്ട് ക്രോക്കോഡൈൽ അതിന് സമാനമായിട്ടുള്ള എംബ്ലം. അപ്പോൾ ഈ ക്രോക്കോഡൈൽ ഇന്റർനാഷണലും ഈ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് ഇതേ എംബ്ലത്തിൽ ബിസിനസ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോയപ്പോൾ 2022 ഇവർ ലാക്കോസ്റ്റ് കൊണ്ടുപോയി കേസാക്കി. ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ്, ട്രേഡ് മാർക്ക് ലംഘനം എന്നുള്ള നിലയിലാണ് കേസ് മുന്നോട്ട് പോയത്. ആ കേസിന് വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ ഈ വർഷം വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഈ ലോഗോ, അതായത് ലാക്കോസ്റ്റിൻ്റെ ലോഗോ, ക്രോക്കോഡൈൽ ചിഹ്നത്തിലുള്ള ലോഗോ ക്രോക്കോഡൈൽ ഇന്റർനാഷണൽ ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവായി. പിന്നെ അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി, അവിടെ അത് തന്നെ ശരിവെച്ചു. അങ്ങനെ ശരിവെച്ച സമയത്ത് അവർ ചൂണ്ടിക്കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. സിമിലാരിറ്റി ഉള്ള ലോഗോകൾ അത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് ആയിട്ട് കണക്കാക്കും എന്നാണ് അവർ പറഞ്ഞത്. പ്രധാനപ്പെട്ടത് അതായത് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സിമിലാരിറ്റി, ഒറ്റ നോട്ടിലൊരു സിമിലാരിറ്റി, ഇത് ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെന്റ് ആയിട്ട് കണക്കാക്കും. ഇനി നമുക്ക് സുപ്രീം കോടതി പോകാൻ വേണ്ടി പോകാം, പക്ഷേ കാര്യമായ വലിയ നേട്ടങ്ങളൊന്നും അതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല. ഏതെങ്കിലും പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടെന്ന് നോക്കും എന്നല്ലാതെ, അല്ലെങ്കിൽ എൻ്റെ മൊത്തത്തിലൊരു ഓവറോൾ ഔട്ട് നടത്തും എന്നല്ലാതെ ഇതിലേക്ക് വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ലോഗോ ഉണ്ട്. ആ ലോഗോയുടെ ഇത്തിരി ചിഹ്നം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, കളർ മാറ്റി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇത് ഞങ്ങളുടെ ലോഗോ ആണ്, ഇത് എൻ്റെ ഡിഫറൻ്റ് ആണ്, ഒരു കാര്യമില്ല. അതാണ് വളരെ ക്ലിയർ ആയിട്ട് ഈ കേസിൻ്റെ അകത്ത് സുപ്രീം കോടതി ഹൈക്കോടതി പറഞ്ഞു. കുറച്ച് ക്ലിയർ ആയിട്ടും പറഞ്ഞു, കൺസ്യൂമർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തോതിലുള്ള ലോഗോസ് അത് ട്രേഡ് മാർക്ക് ലംഘനമാണ്. ഈ കേസ് സ്റ്റാർട്ട് ചെയ്തത് 2022 ഇപ്പോൾ 22 തോന്നുന്നു. 26 അതിൻ്റെ വിധി വന്നിട്ടുള്ളത്. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി കൊടുത്തിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് പോകുമ്പോൾ എന്താണോ നിങ്ങൾ ഒരു നല്ലൊരു ട്രേഡ് മാർക്ക് അറ്റോർണിയെ നിങ്ങൾ സമീപിക്കുക. ട്രേഡ് മാർക്ക് അറ്റോർണി എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് കേസുകൾ കോടതികളിലും ഒക്കെ ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രിയിലും അപ്പീലും ഹിയറിങ്ങും ഒക്കെ നടത്തുന്ന വ്യക്തികളെയാണ് നമ്മൾ ട്രേഡ് മാർക്ക് അറ്റോർണി എന്ന് പറയുന്നത്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. ആ ട്രേഡ് മാർക്ക് അറ്റോർണിയിൽ കൂടി നിങ്ങളുടെ ട്രേഡ് മാർക്ക് അപ്ലൈ ചെയ്യുക. IT കമ്പനിക്കാർ മുഖേന, നാട്ടിൽ വെറുതെ നടക്കുന്ന മനുഷ്യർ മുഖേന, ചാർട്ടേഡ് അക്കൗണ്ടിന് മുഖേന, ഞാൻ തെറ്റൊന്നും ഞാൻ പറയണില്ല. പക്ഷേ അവസാനം സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. ഇതാണ് പ്രശ്നം. തലമുടി നാരിഴ കീറി നോക്കിയാണ് കോടതികൾ അവസാനം ഈ ട്രേഡ് മാർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിചയസമ്പന്നരായിട്ടുള്ള ട്രേഡ് മാർക്ക് അറ്റോർണികൾ, അങ്ങനെയുള്ള വ്യക്തികളിൽ കൂടി നിങ്ങളുടെ ട്രേഡ് മാർക്കിൻ്റെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുക, പ്രോപ്പറായ ഹിയറിങ്, റിപ്ലൈ, ഇതെല്ലാം അവരിൽ കൂടി ചെയ്യുക. ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഹിയറിങ്ങും അതുപോലെ തന്നെ ഇതെല്ലാം ഇത്തരമുള്ള പരിചയമുണ്ട്. ആ പരിചയസമ്പന്ന അവർക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ട്രേഡ് മാർക്ക് ഏതെങ്കിലും വ്യക്തി കൊണ്ട് ചെയ്യിപ്പിച്ചു, അയാൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നടത്തി, 10,000-2,000 രൂപ കിട്ടി, അയാൾ പോക്കറ്റ് ഇട്ടു, അയാൾ പോയി, പിന്നെ കഥയിൽ എന്തെങ്കിലും ഇല്ല. നിങ്ങൾക്ക് ഒരു ഒബ്ജക്ഷൻ വന്നാൽ ആര് അതിന് റിപ്ലൈ കൊടുക്കും, ഏത് രീതിയിൽ റിപ്ലൈ കൊടുക്കണം, ഇതെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തികൾ ട്രേഡ് മാർക്ക് അറ്റോർണികൾ തന്നെയാണ്. കാരണം അവർ പല കേസുകൾ കണ്ട് പല രീതിയിലുള്ള കോടതി വിധികൾ, ട്രേഡ് മാർക്ക് രജിസ്ട്രിയുടെ തന്നെ പല വിധികൾ, ഇതെല്ലാം അവർക്കറിയാം. അപ്പോൾ ആ അനുഭവ സമ്പത്തിൽ നിന്നാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ എവിടെ പൈസ കുറച്ച് കിട്ടും എന്നുള്ളതല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആണ് നിങ്ങളെ ഏൽപ്പിക്കേണ്ടത്. ഒന്നാമതായിട്ട് പറയട്ടെ, ട്രേഡ് മാർക്ക് ട്രേഡ് മാർക്ക് ചെയ്യാനുള്ള വ്യക്തികളായി ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷൻ നടത്താനും അതിൻ്റെ ഒബ്ജക്ഷൻ ക്ലിയർ ചെയ്യാനും ഹിയറിങ്ങിനും എല്ലാമായിട്ട് പറയപ്പെടുന്നത് 3 കാറ്റഗറി ആളുകളെ: ട്രേഡ് മാർക്ക് ഏജന്റുമാർ, ട്രേഡ് മാർക്ക് ലോയേഴ്സ്, അതായത് അഡ്വക്കേറ്റ്സ്, മൂന്നാമതായിട്ട് പറയുന്നത് കമ്പനി സെക്രട്ടറീസ് ആണോ, എൻ്റെ ഓർമ്മ ശരിയാണ്. ബാക്കി ചാർട്ടേഡ് അക്കൗണ്ട് ഒന്നും ഈ പിക്ചറിലുള്ളതല്ല.
ഇന്ന് ഈ കാണുന്ന പലരും ഇതിൻ്റെ അകത്തുള്ളതല്ല. ഇവർ ജസ്റ്റ് നിങ്ങളുടെ പൈസ മേടിക്കുന്നു, ഏതെങ്കിലും ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ വിടുന്നു, അവർ പോകുന്നു, പിന്നെ ഒന്നും അതിൻ്റെ കടലില്ല. അതുകൊണ്ട് ട്രേഡ് മാർക്ക് സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേർക്ക് ബ്രാൻഡ് മൂല്യമുണ്ട്, ആളുടെ ട്രേഡ് മാർക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രഗത്ഭരായ കഴിവുള്ള ഒരു വ്യക്തിയെ വെച്ച് അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് കിട്ടാൻ സാധ്യതയുണ്ടോ, ഏത് രീതിയിലുള്ള കോൺഫ്ലിക്റ്റാണ് അതിൻ്റെ അതുമായിട്ട് വരുന്നത്, അത് വേർഡ് മാർക്കാണോ അതോ നമുക്ക് ഡിവൈസ് മാർക്കാണോ, ഏതാണ് വേണ്ടത്, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ കോടതിയിൽ നിന്ന് പോകേണ്ട ആവശ്യം വരില്ല. ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. നമ്മൾ ട്രേഡ് മാർക്ക് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ എന്ത് അനുഭവമാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ എന്ത് കാര്യത്തിൽ നിങ്ങൾ ട്രേഡ് മാർക്ക് അറ്റോർണിയാണോ, നിങ്ങൾ കോടതിയിൽ ഹിയറിംഗും മറ്റു കാര്യങ്ങളും ചെയ്യുമോ, നിങ്ങൾ ഇതിൽ കണ്ടിന്യൂസ് ആയി മോണിറ്ററിംഗ് ഉണ്ടോ, നിങ്ങൾക്കറിയാം. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു ട്രേഡ് മാർക്ക് അറ്റോർണി എടുത്തു പോയ ആളൊരു കാര്യം പറയും, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ നമ്മൾ സാധാരണയായിട്ട് ഒന്ന് ചോദിക്കും, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എത്ര വേണം, എപ്പോൾ വിളിക്കും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ? ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിന് അയാൾ ഉത്തരം കൊടുക്കില്ല. അയാൾ പറയും ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ്റെ പ്രൊഫഷണലായിട്ട് റിസർച്ച് ചെയ്ത് അത് ഏതിന് കിട്ടും ഏതിന് കിട്ടില്ല എന്നുള്ള ഒരു കാര്യം അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം. രണ്ടാമതായിട്ട് ഒരു 1 ഇയറിലേക്കെങ്കിലുള്ള മെയിൻ്റനൻസ് അദ്ദേഹം നോക്കും. എന്ന് വെച്ചാൽ വെറുതെ അപ്ലൈ ചെയ്തു വിത്തിയം വെച്ചോ പൊക്കോ വിട്ടോ, അതല്ല. ഒരു 1 ഇയറിലേക്കെങ്കിലും അല്ലെങ്കിൽ 1 ഇയറിലേക്ക് അല്ലെങ്കിൽ 2 ഇയറിലേക്ക് ഒരു കോൺട്രാക്ട് പറയും. ഈ സമയത്ത് ജേണൽ പബ്ലിഷ് ചെയ്യുന്നതിനും ആ സമയത്ത് വരുന്ന ഒബ്ജക്ഷൻ റിപ്ലൈ ചെയ്യുന്നതിനും അതിനും മറ്റ് ഹിയറിംഗിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ അടക്കം ഒരു എമൗണ്ട് ആയിരിക്കും അവർ നിങ്ങളോട് സംസാരിക്കുക. ഇതാണ് ഇതിൻ്റെ ഈ ഒരു വശം. നമ്മൾ ഈ ബിസിനസ്സുകാരായിട്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം എവിടെയെങ്കിലും പോയി നിങ്ങളുടെ രജിസ്ട്രേഷൻ നടത്തിയ പൈസകളെ നിൽക്കല്ലേ. ഇതാണ് ഈ വീഡിയോയിലൂടെ ഈ ഒരു അവയർനെസ്സാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.